ഭാരതത്തിൽ ഏതാണ്ട് 300-ൽ പരം നദികളുണ്ട്. അതിലൊന്നിന്റെയും പേര് അറബിയിലോ ഉറുദുവിലോ അല്ല. ഗംഗ, യമുന, സരസ്വതി, കൃഷ്ണ, ബ്രഹ്മപുത്ര, സപ്തസിന്ധു, കാവേരി, പെരിയാർ ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ 300 നദിയും കാവേരി, ഗംഗ അടക്കമുള്ള 300 നദിയും അവസാനം ഒഴുകി എത്തുന്നത് ഞങ്ങൾ അറബിക്കടലിൽ. എല്ലാവരും ഒന്നിക്കുന്നത് നമുക്ക് സന്തോഷമുള്ളത്. ഭിന്നിക്കാതിരുന്നത് ഞാൻ രാവിലെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ആളുകൾ തമ്മിൽ ഭിന്നിക്കുക, ശത്രുത ഉണ്ടാവുക, സമുദായങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ നിലപാടാണ്. ഞങ്ങൾക്ക് കൃത്യമായ ഒരു പൊസിഷനിങ് ഉണ്ട്. എല്ലാവരും തമ്മിൽ സന്ധിക്കുന്ന നമുക്ക് സന്തോഷമുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഈ വർഗീയത പറയുന്ന കുറെ പൊട്ടിത്തീട്ടങ്ങളെ കൊണ്ട് പൊതുശല്യമായി മാറിയിരിക്കുകയാണ്. വാ തുറന്ന ജാതിയും മതവും ഒക്കെ പറഞ്ഞ് തമ്മിലടിക്കുന്ന കുറെ മര ഊളകൾ എന്തുവാടെ ഇതിനെയൊക്കെ ചെയ്യും. ചിലതൊക്കെ കുഴി കാലം നീട്ടിയിട്ട് വാ കാല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇതൊന്നും തട്ടിപ്പോല. നമുക്ക് പുതിയൊരു ഐറ്റത്തിനെ ഒന്ന് പരിചയപ്പെടാം. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷൻ സൈഡിലുണ്ടെങ്കിൽ അതും കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ ഈ മതവും ജാതിയൊക്കെ പറഞ്ഞ് തമ്മിലടിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുമോ, അതോ അങ്ങനെ നമുക്ക് ജാതിയും മതമൊന്നും ഇല്ല, നമ്മൾക്ക് എല്ലാ മനുഷ്യരാണ് എന്നുള്ള ചിന്താഗതിയൊക്കെ ആണോ നിങ്ങളുടെ മൈൻഡ് സെറ്റ്? ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ശശികല എന്ന് പറയുന്ന ഒരു വിശകലയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരിക്കലും അവരെ പോലത്തെ സ്ത്രീകളെ നമ്മൾ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം അത്രയ്ക്ക് വർഗീയത തുപ്പുന്നു. ഈ പറയുന്ന ഹിന്ദുക്കളെ മാത്രം സപ്പോർട്ട് ചെയ്ത്, BJPയെ സപ്പോർട്ട് ചെയ്ത്, ബാക്കിയുള്ള മതങ്ങളെയും ജാതിയെയും എല്ലാ മനുഷ്യരെയും ഒന്നും വേർതിരിവില്ലാണ്ട് തന്നെ പുച്ഛിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന, എന്തിന് യേശുക്രിസ്തുവിനെ വരെ തെറി വിളിക്കുന്ന ഇത്തരം വൃത്തികെട്ട പ്രവണതയുള്ള ഈ ശശികലയെ പോലുള്ള വിശകലകൾ ഒരുപാട് ഈ സമൂഹത്തിൽ ബാക്കിയാവുകയാണ്. എന്നാൽ ശശികല മാത്രമാണോ ഇങ്ങനെ? ഇല്ല. പെറ്റിക്കോട്ടിട്ട് പുതിയൊരു ഐറ്റവും കൂടി ഇറങ്ങിയിട്ടുണ്ട്. എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങ് UK അങ്ങാണ്ടിരുന്നു കൊണ്ട് അമ്മച്ചി അടിക്കുന്ന കൊണ കേട്ട് കഴിഞ്ഞാൽ കാലാവാരി നിലത്തടിക്കാൻ തോന്നും. അമ്മച്ചിയുടെ പേര് വന്ന് റിണായി റിയൽ ടോക്ക് എന്നാണ് ചാനലൊക്കെ FBയിൽ അങ്ങാണ്ട് തുടങ്ങി വെച്ചിട്ടിരുന്നു കൊണയടിക്കുന്നത്. ചവച്ചു തുപ്പുന്ന മൊത്തം വർഗീയത ഇന്ത്യക്ക് അകത്തില്ല. അങ്ങ് UK എങ്ങാണ്ടിരുന്നാണ് ഈ കൊണയടി മൊത്തം നടത്തുന്നത്. കാരണം നാട്ടിലിറങ്ങി ചിലപ്പോൾ നാട്ടുകാർ കാലാവാരി എടുത്ത് തറയടിക്കും. അപ്പം ചോദിക്കും ശശികല ആരും എടുത്ത് കാലാവാരി അടിക്കാനില്ലെന്ന്. അതിന് മറ്റേ കുറച്ച് സപ്പോർട്ടുണ്ടല്ലോ. ഏത് അവരുടെ സംഘടനാപരമായിട്ട് സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ സുരക്ഷിത വലയത്തിൻ്റെ അകത്താണ് ഇരിപ്പ്. പക്ഷെ ഇതിനൊന്നും അങ്ങനെയൊന്നുമില്ല. അവിടെ ഇരുന്നും കൊണ്ട് ചുമ്മാ കൊണനടിക്കും. കൈ കിട്ടിയ നാട്ടുകാരെടുത്ത് കാലവരെ തറയടിക്കും. അതുകൊണ്ട് അവിടെ ഇരുന്ന് കൊണയടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ പുതിയ അമ്മച്ചി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് കാര്യമായിട്ട് പറയുന്നത്? ഓക്കെ. ഭാരതത്തിൽ ഏതാണ്ട് 300-ൽ പരം നദികളുണ്ട്. അതിലൊന്നിന്റെയും പേര് അറബിയിലോ ഉറുദുവിലോ അല്ല. ഗംഗ, യമുന, സരസ്വതി, കൃഷ്ണ, ബ്രഹ്മപുത്ര, സപ്തസിന്ധു, കാവേരി, പെരിയാർ ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് കുറെ നദികൾ ഇവിടെ ഉണ്ട് നമ്മുടെ ഭാരതത്തിൽ. ആ നദികളെല്ലാം കൂടി ഒഴുകി വെള്ളമായിട്ട് പോകുന്നു. ആൾക്കാർ വെള്ളം കോരി കുടിക്കുന്നു, തുണി അനയ്ക്കുന്നു, വെള്ളം പല പ്രവർത്തികൾക്ക് ഉപയോഗിക്കുന്നു, കൃഷിക്കും മറ്റതിനുമായിട്ട് പലതിനുമായിട്ട് വെള്ളങ്ങൾ ഉപയോഗിക്കുന്നു. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ തലയ്ക്കകത്ത് ബോധമില്ലാത്ത വെളിവില്ലാത്ത ആൾതാമസം ഇനിയിപ്പോൾ ആൾക്കാർ കുടുംബത്തോടൊന്നും താമസിക്കുന്നല്ല, തലയ്ക്കകത്ത് ബോധമില്ലാത്ത ടീംസുകൾ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഗംഗ, കാവേരി, യമുന, മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിന്തിച്ചും കൊണ്ട് നമ്മുടെ വേറെ ജാതിയിലുള്ള മതത്തിലുള്ള പേരുകളൊന്നുമില്ല, എല്ലാം നമ്മുടെ മതം മാത്രം. ഈ ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുന്ന ഒരു പേട്ട് കിളവിയാണിത്. കാലന് പോലും വേണ്ട. കാലൻ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയും വിഷയമാവും. അവസാനം കാലന് ഭ്രാന്താവും. അതുകൊണ്ട് കാലം പോലും എടുക്കൂല. ഇത് ഡേറ്റ് ഔട്ടായിട്ട് ഇവിടെ കിടക്കുന്ന സാധനങ്ങളാണ്. കാലന് പോലും വേണ്ട. ഓക്കെ, കാര്യം പിടിക്കില്ല. അപ്പൊ അമ്മച്ചി പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം എന്തുകൊണ്ടാണ് വേറെ പേരുകൾ ഇടുന്നില്ല, മുസ്ലിം പേരുകൾ നദിക്ക് വരുന്നില്ല? എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മുസ്ലിം പേരുകൾ നദിക്ക് ഇട്ടാനുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടാണ്. ഈ ഗംഗ, യമുന, കാവേരി ഇതൊക്കെ കേൾക്കാൻ ഒരു പഞ്ചുണ്ട്, ഒരു രസമുണ്ട്, ഒരു ഇതുണ്ട്. പക്ഷെ പകരം നമ്മൾ ആ ഖാദർ കുട്ടി എന്നാ, അബ്ദുൾ ഖാദർ എന്ന അങ്ങനെയൊക്കെ ഒരു നദിക്ക് പേരിട്ട് കഴിഞ്ഞാൽ മോശമായിരിക്കും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പേരായിട്ട് തോമസ് കുട്ടി എന്ന, ഔസേപ്പച്ച എന്നൊക്കെ നദിക്ക് പേരിട്ട് കഴിഞ്ഞാൽ മോശമായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ കേൾക്കാനൊരു സുഖമുണ്ട്. പിന്നെ അമ്മച്ചിക്ക് അണ്ണാക്കിൽ അടിച്ചെന്നുകൊണ്ട് നമ്മുടെ ഉസ്താദ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം വന്ന് ചേരുന്നത് നമ്മുടെ അറബിക്കടലിലാണ്. അറബിക്കടൽ എന്ന് പറയുമ്പോൾ അറബിക് എന്ന് പറയുമ്പോൾ ഈ അമ്മച്ചിമാരെ പോലെയുള്ള അതിന് ചൊറിയും. ഇവിടെ ജാതിയും അതൊക്കെ പറഞ്ഞ് എന്തിനാടെ നിന്നെയൊക്കെ പോലുള്ള അമ്മച്ചിമാരും കുറെ കേട്ട കിഴങ്ങന്മാരും ഒക്കെ കിടന്ന് വർഗീയത പറഞ്ഞ് തമ്മിലടിക്കുന്നത്? എന്തായാലും ഉസ്താദ് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. ഉസ്താദെ, നിങ്ങൾ കുറച്ച് എനിക്കൊരു ബഹുമാനം തോന്നി, നല്ല രസമുണ്ടായിരുന്നു. അണ്ണാക്കി കൊടുത്ത് മതി പറ. ഭാരതത്തിൽ ഏതാണ്ട് 300-ൽ പരം നദികളുണ്ട്. അതിലൊന്നിന്റെയും പേര് അറബിയിലോ ഉറുദുവിലോ അല്ല. ഗംഗ, യമുന, സരസ്വതി, കൃഷ്ണ, ബ്രഹ്മപുത്ര, സപ്തസിന്ധു, കാവേരി, പെരിയാർ ഇങ്ങനെ പോകുന്നു.
ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഓക്കെ, ഇപ്പൊ മനസ്സിലായൊരു കാര്യം, ഈ 300 നദിയും കാവേരി ഗംഗ അടക്കമുള്ള 300 നദിയും അവസാനം ഒഴുകി എത്തുന്നത് ഞങ്ങൾ അറബിക്കടലില്ല. അറബിക്കടൽ ഞങ്ങൾ ഇങ്ങനെ എടുക്കുക അല്ല, പിന്നെ ആർക്കും ദ്രോഹമില്ലാതെ ചപ്പും ചവറും അതും ഇതും ഒക്കെ ഒഴുകി പോകുന്ന നദിയിൽ വരെ വർഗീയത. ഈ 300 നദിക്കും കാവേരി ഗംഗയൊക്കെ പേരുള്ളത് കൊണ്ട് അതൊക്കെ നമ്മുടെ നദിയാണ്. അങ്ങനെയാണെങ്കിൽ അറബിക്കടലിൽ ഞങ്ങൾ തൂക്കി, അറബിക്കടൽ ഞങ്ങൾ ഞെടുക്കുക. ഞങ്ങളുടെ അറബിക്കടലിലോട്ട് ഒരുത്തിനും വരണ്ട, അറബിക്കടൽ ഞങ്ങൾ തൂക്കി. സുമേഷേ കറക്കൂടെ. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിൽ പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കടാ. എന്നെ പൊന്നു നിങ്ങൾ പൊളിച്ചേട്ടാ. അങ്ങനെയാണെങ്കിൽ അറബിക്കടലിൽ ഞങ്ങൾ എടുക്കുകയാണ്, ഇവിടെ ആരും വരട്ടെന്ന്. അത് കൊള്ളാം, നൈസാ. അമ്മച്ചിയെ പോലുള്ളതൊക്കെ വന്നിരുന്ന് ഇമാതിരി തീട്ട വർഗീയത തുപ്പുന്നുണ്ടെങ്കിൽ ഉസ്താദ് ഈ പറഞ്ഞതിൽ ന്യായമില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ചിലപ്പം പറയും, അപ്പൊ നീ മുസ്ലിം ആയതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ ഇരുന്ന് ഉസ്താദിനെ സപ്പോർട്ട് ചെയ്ത് വർഗീയത പറയുന്നത്. അല്ലടേ, ഞാൻ ക്രിസ്ത്യനാ. ഓക്കെ, എൻ്റെ ജനറ്റിക് പരമായിട്ടുള്ള എൻ്റെ മതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്ത്യൻ മതത്തിൽ ഉള്ള ആളാണ്. ഓക്കെ, എന്ന് വെച്ചിട്ട് ഞാൻ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ചീത്ത വിളിക്കാനോ അവിടെ നദിയുടെ പേരിലോ പേരിന്റെ വ്യത്യാസത്തിലോ നിറത്തിന്റെയോ അല്ലെങ്കിൽ മതത്തിന്റെയോ ജാതിയുടെയോ എന്തിൻ്റെങ്കിലും പേര് പറഞ്ഞ് ആരെയും വേർതിരിച്ച് നിർത്താനൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പൊ കാര്യം പിടികിട്ടിയ. അപ്പോ അമ്മച്ചിക്കുള്ള മറുപടി ഉസ്താദ് തന്നതിലെ പോലെ ഇനി വേറെ ഒന്നും ആരും തരാനില്ല. സുമേഷേ കറക്കി വിട് എന്നാ പോ, അമ്മച്ചിയുടെ നാവുങ്കല അമ്മാതിരി ഒരു അടിയല്ല അണ്ണാക്കി തന്നിട്ടുള്ള. എന്തോന്നടേ ഇങ്ങനെയും നദിയിലും വർഗീയതേ? ഇതൊക്കെ എവിടെ നിന്ന് ഇയാൾ ആറ്റിന്നാണ് മുങ്ങി എണീറ്റ് വന്നത്? എത്രയോ ഇടിയും മിന്നലും വെറുതെ പോയി അങ്ങും പനയിലൊക്കെ വീണിട്ട് ഏതെങ്കിലും 1-2 എവിടെയെങ്കിലും. ഇനി ഇതിനുശേഷം ഉസ്താദിന് മറുപടിയായിട്ട് ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് മറ്റേ കണ്ണിൽ കൺപീലിയും കവിളില് ചുവപ്പൊക്കെ ഇട്ടിട്ടുള്ള ബ്ലഷൊക്കെ അടിച്ചിട്ടുള്ള നല്ല 1-ാം തരം ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് ഈ ഉസ്താദിന് മറുപടിയായിട്ട് അമ്മച്ചി എത്തിയിട്ടുണ്ട്. കേള്. വിവരമില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അതെ, അപ്പൊ സ്വന്തമായിട്ടാണ് തനിക്ക് വേണ്ടിയിട്ടാണ് താൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ല, മനസ്സിലായി, നല്ല കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വയമേ ഒരു ക്ലെൻസിങ് ചെയ്യുന്നത് വളരെ നല്ല തീരുമാനമാണ്. അതുകൊണ്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ഒന്ന് വിവരമില്ലാതെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് നോക്കി പറഞ്ഞത് നന്നായി, എന്തുകൊണ്ടും ചേരും. അമ്മച്ചിക്ക് ബിഗ് സല്യൂട്ട് ഈ ഒരു കാര്യത്തിൽ. ഇപ്പൊ തുടങ്ങാം. വയസ്സാം കാലത്ത് പെറ്റിക്കോട്ട് ഇട്ട് വന്നിരിക്കുകയാണ്. കാലന് പോലും വേണ്ട കാല സരസക്കലാല, ഒന്നും പറയാനില്ല. കാല ഒരു കയറെടുത്ത് ഇങ്ങനെ കറക്കി ഒരേ എറിഞ്ഞാൽ തൂക്കി എടുത്തോണ്ട് പോവാ. എന്നിട്ട് നിങ്ങൾ അവിടെ എവിടെയെങ്കിലും കൊണ്ട് എറി, മൈൻഡ് ചെയ്യണ്ട, വിട്ടുകൾ. അത് അവിടെ എവിടെയെങ്കിലും തുപ്പട്ട് കാലനെ പിടിച്ചിന് വർഗീയത പറഞ്ഞു. അയ്യോ, ആലോചിക്കാൻ പോലും വയ്യ കാലന്. കയറ് പോലും പൊട്ടിപ്പോവും. ഒരാൾ ഒരു വീഡിയോ ഇടുമ്പോൾ അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുക. എന്തുകൊണ്ടാണ് അത് തെറ്റ്, അതിന്റെ ശരിയായിട്ടുള്ള വേർഷൻ ഇടാൻ ശ്രമിക്കുക. ശരിയാണെങ്കിൽ ജസ്റ്റ് ഗിവ് എ തംബ്. അല്ലാതെ ലോകത്തിലുള്ള ചീത്ത മുഴുവൻ അവിടെ വന്ന് എഴുതിയത് കൊണ്ട് നിങ്ങളുടെ പേരാണ് ചീത്തയാക്കുന്നത്. അത് ഒരാളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം, ഓക്കെ ശരിയാണ് അമ്മച്ചി പറഞ്ഞത്. അല്ലാതെ ചീത്ത വിളിക്കുകയാണെങ്കിൽ അങ്ങനെ അത് ചീത്ത വിളിക്കാനുള്ള കാരണം ഉണ്ടാക്കി വെച്ചിട്ടാണ് നാട്ടുകാർ ചീത്ത വിളിക്കുന്നത് കേട്ടോ. മാന്യമായിട്ട് പറയേണ്ട സാഹചര്യങ്ങൾ മാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ചീത്ത വിളിക്കത്തില്ല. ഇമ്മാതിരി അപരാധങ്ങൾ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ചീത്തയല്ല, ചിലപ്പോൾ തന്തയ്ക്കും മുത്തിക്കും ഒക്കെ കയറി വിളിച്ച് ചിലപ്പോൾ വീട്ടിൽ കയറി ഇടിച്ചെന്നും വരും. അമ്മാതിരി അപരാധമല്ല പറയുന്നത്. ഇമ്മാതിരി വർഗീയത വന്നിരുന്ന് പറഞ്ഞാൽ പിന്നെ ആരും വിളിച്ചു ഉമ്മ ആരും നിങ്ങൾക്ക് നാട്ടുകാർ. വാ ചേച്ചി വാ വർഗീയത നമുക്ക് വാ ഉമ്മ വച്ച് കളിക്കുക എന്ന് പറഞ്ഞ് പിടിച്ച് തരും. ഓടിപ്പോയി കയറി കൊടുക്കും. വയസ്സാം കാലത്ത് പെറ്റിക്കോട്ട് വിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നാട്ടുകാരെ പറ്റിക്കാനായിട്ട്. ലോകത്തിലുള്ള മനുഷ്യരും യൂട്യൂബേഴ്സും എന്തുകൊണ്ടാണ് നിങ്ങളെ ചീത്ത വിളിക്കുന്നത് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. കോയമാരെ ലോകത്തുള്ള മനുഷ്യന്മാരും യൂട്യൂബേഴ്സും എന്തുകൊണ്ട് ചീത്ത വിളിക്കുന്നു? കോയമാരാണ്. ചീത്ത വിളിക്കാൻ വായിക്കാത്ത നാക്കുള്ളതുകൊണ്ട് ചീത്ത വിളിക്കുന്നു. പിന്നെ നിങ്ങളെപ്പോലുള്ള അപരാധങ്ങൾ വിളിച്ചു പറയുന്ന കണ്ട വർഗീയവാദികളെയും ചീത്ത വിളിക്കും. അതായത് ഈ വർഗീയവാദികളുടെ മെയിൻ ഇപ്പം മുസ്ലിം മതത്തിലുള്ളതിലുണ്ട് ഈ വർഗീയത നിറഞ്ഞിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള, അതായത് നമ്മുടെ മതം, നമ്മുടെ ജാതി, നമ്മുടെ ആൾക്കാർ, ഞമ്മൻ്റെ ആൾക്കാർ, ഈ ഒരു സെറ്റപ്പ് ആൾക്കാരുണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ അല്ല. ഇപ്പൊ ഹിന്ദുക്കളിലായാലും ഉണ്ട് നമ്മുടെ ആൾക്കാർ, നമ്മുടെ ജാതി തന്നെയല്ലോ ആ ഒരു സെറ്റപ്പ്. ക്രിസ്ത്യൻസിലും ഉണ്ട് നമ്മുടെ മതം, നമ്മുടെ ജാതി, ഈ ഒരു സെറ്റപ്പ് എല്ലാത്തിലും ഉണ്ട്. എല്ലാ മതത്തിലും ജാതിയിലും വർഗീയത നിറഞ്ഞിട്ടുള്ള നിങ്ങളെപ്പോലുള്ള വിഷങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും വിഷയമല്ല. ഇതെല്ലാം മനുഷ്യന്മാരാണ്. വലിച്ചു കീറിയാ വരുന്നത് എല്ലാവർക്കും റെഡ് ബ്ലഡ് തന്നെ എന്നുള്ള കാര്യങ്ങൾ അടക്കം മനസ്സിലാക്കുന്ന മനുഷ്യന്മാരാണ്. ഈ ഒരു പ്രശ്നവുമില്ല. ഓക്കെ കാര്യം പിടി കിട്ടിയാണ്. പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. അപ്പം അമ്മച്ചിയുടെ പ്രശ്നം എന്താണ്? പെറ്റിക്കോട്ടാണ്. നമുക്ക് നോക്കാം. അമ്മച്ചി മതം പഠിപ്പിക്കാൻ വന്നിരിക്കണം. വർഗീയത ഇറങ്ങി തുപ്പി തള്ളിയിട്ട് കൊണാന്ന്. സ്വന്തം രാജ്യത്തിന്റെ ഗുണം പറയുമ്പോഴും അവർക്ക് വിഷമമാണ്. സ്വന്തം രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററിനെ കുറ്റം പറയുമ്പോഴും അവർക്ക് വിഷമമാണ്. എന്തിനാണ് വിഷമം? നിങ്ങൾക്ക് ഈ രാജ്യത്തോട് ഇത്ര ദേഷ്യം എന്താണ്? ആർക്കിവിടെ രാജ്യത്തോട് ദേഷ്യം? ഇത് പുതിയ അറിവാണല്ലോ. എന്തോ അമ്മച്ചി പറയുന്നത് നമുക്കെല്ലാവർക്കും രാജ്യത്തിനോട് ദേഷ്യമുള്ളത് കൊണ്ടാണ് അമ്മച്ചി വിമർശിക്കുന്നതെന്ന്.
നിങ്ങളെ നമ്മൾ നമ്മുടെ രാജ്യത്തിൽ പോലും കണക്കെടുത്തിട്ടില്ല, മനസ്സിലായോ? അങ്ങ് UK എങ്ങാണ്ടിരുന്നല്ലേ കൊണ അടിക്കണം, അവിടെ കിടന്നാൽ മതി, ഇങ്ങോട്ട് വരണ്ട. ഇന്ത്യ ഇസ് മൈ കൺട്രി, ഇവിടെ വന്ന് കൊണ അടിക്കണ്ട കേട്ടോ അമ്മച്ചി. അമ്മച്ചി വയസ്സാം കാലത്ത് കാലന് പോലും വേണ്ടാതെ അവിടെ UK കിടന്ന് കൊണ അടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അടിച്ചാൽ മതി. ഇവിടെ വന്ന് വിവരിത്തരം കാണിക്കുന്ന എന്നുള്ള പരിപാടി ആയിപ്പോ. എന്തുകൊണ്ട് നമ്മൾ രാജ്യത്തിനും കൂടി അപമാനമായിട്ട് ഓരോ സാധനങ്ങൾ ഇത് ഇവിടെ നിന്ന് വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ച അതിനൊക്കെ അറിയാൻ പാടില്ല. ചരിത്രം എന്നുള്ളത് നമ്മുടെ ഫാമിലിക്കാണെങ്കിലും ഉണ്ട്, രാജ്യത്തിനാണെങ്കിലും ഉണ്ട്. അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ചരിത്രം പറയുമ്പോൾ തുള്ളി കളിച്ചൊരു കാര്യമില്ല. നദിയുടെ കാര്യം പറയുമ്പോൾ കടലിന്റെ കാര്യം എടുത്തോണ്ട് വരിക. നദിയുടെ കാര്യം പറയുമ്പോൾ കടലിന്റെ കാര്യം അല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് നദിയുടെ കാര്യം പറഞ്ഞത്? നദിയിലെ നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ പേര് മാത്രമേ നദിയിലുള്ളൂ എന്നുള്ള സെറ്റപ്പിൽ നിങ്ങൾ സംസാരിച്ചത് കൊണ്ടല്ലേ കടലെടുത്തോണ്ട് വന്നത്. ഈ നദിയെല്ലാം വിഴുങ്ങുന്നത് കടലല്ലേ? മൂഞ്ചിയില്ലേ അമ്മച്ചി? വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാട്ടുകാർ ഇതുപോലെ കയറി എടുത്തിട്ട് ഉടുക്കും, പിന്നെ ബബ്ബാന്ന് നടന്ന് അടിച്ചിട്ടൊന്നും കാര്യമില്ല. പെറ്റിക്കോട്ട് എനിക്കിഷ്ടമായി കുള്ള വയസ്സാം കാലത്ത് തണുപ്പരികൾ ഇക്കളെടുക്കണം പ്രാവുന്നെന്താ പോ. കടലിന്റെ പേര് കൂടെ മാറ്റി, കടലിന്റെ പേര് മാറ്റി ഇനിയിപ്പം എന്താക്കാം, അറേബ്യൻ സീ മാറ്റിയിട്ട് നമുക്ക് മുത്തുപ്പാണ്ടി ഗൗഡ എന്നിടാം. മുത്തുപ്പാണ്ടി ഗൗഡ അല്ലേ ഗൗഡ കടലിന് നല്ല പേരല്ലേ? എനിക്ക് പോകാൻ മാറ്റി വയസ്സാം കാലത്ത് വന്നിടന്ന് കൊണയടിക്കാതെ ചുമ്മാ ആളെ പറ്റിക്കാനായിട്ട് ടാറ്റു അടിച്ച് ഇറങ്ങി മറ്റേ ഫിൽറ്റർ വിട്ട് ഇറങ്ങിക്കോളും. കൺപീലിയിൽ മുടിയിരിക്കുന്ന ഫിൽറ്ററൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. അത് പടട്ടക്കളവിയ ദൈവത്തിനറിയാം. ഇവിടെ മാറ്റിയതാണ്. എന്നിട്ട് ആരോ ഒരുത്തനെടുത്ത് അതിടും. എന്റെ അതിന്റെ അടി വന്ന് ഹിഹി എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ലത് കിട്ടി, എനിക്ക് നല്ലത്, എനിക്ക് എന്തോ കിട്ടിയെന്ന്. നിങ്ങളുടെ മണ്ടത്തരം വിവരമുള്ളവർ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് ചിരിക്കും. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളായിട്ട് 100 കണക്കിന് മുസ്ലിംസ് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. എന്തൊക്കെ ഞാൻ അയച്ചു കൊടുത്താലും അവർ സൈലന്റ് ആയിരിക്കും. അതെന്തെന്നറിയാമോ? ഇതിന് ലക്കൂല ലെവലുമില്ല ബോധമില്ല തലയ്ക്ക് ഓളമാണെന്നുള്ളത് നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ടുള്ള മുസ്ലിംസിന് അറിയായിരിക്കും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിങ്ങളുടെ അടക്കം ഇങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടായത്? ഇക്കറിയില്ല, ഐ ഡോണ്ട് നോ. ചുമ്മാ തള്ളി മറിക്കാതെ ആ മുസ്ലിം 100ഓളം ഫ്രണ്ട്സിനെ ഒന്ന് കൊണ്ടുവരുമോ? എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. വർഗീയത ഒന്നും തുപ്പുന്ന നിങ്ങൾക്കൊക്കെ പിന്നെ വേറെ ഞാനൊന്നും പറയുന്നില്ല. ജാതീയ മതം കൂട്ടുപിടിക്കാൻ നിൽക്കണ്ട നിങ്ങൾ കേട്ടാ. നിങ്ങളെപ്പോലുള്ള വിഷജന്തുക്കൾ കാരണമാണ് വളർന്നു വരുന്ന തലമുറ അടക്കം ഇവിടെ തെറ്റുന്നത്. മതം ജാതി എന്ന് പറയുന്ന സാധനങ്ങൾ നിങ്ങൾ ഇഞ്ചക്ട് ചെയ്യും. എന്തിന്? ഇടയ്ക്ക് കൊല്ലത്തൊരു സ്കൂളിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുസ്ലിം പിള്ളേരെ ആ സ്കൂളിൽ കയറ്റുന്നില്ല. അധ്യാപിക എന്ന് പറയുന്ന പേരിൽ നിൽക്കുന്ന ഒരു പരട്ടക്കളവി കുട്ടികളുടെ മനസ്സിൽ ഈ കൊച്ചു ജീവിതം, ഈ സ്റ്റാർട്ടിങ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ആ ഒരു പ്രായത്തിൽ തന്നെ ഉള്ളിലേക്ക് വർഗീയത ഇഞ്ചക്ട് ചെയ്യും. ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് ഈ വർഗീയത അതും ഇതൊക്കെ കേട്ട് വളർന്നു ചിലപ്പോൾ ഞാനും ആയേനെ ഇതുപോലത്തെ ഒരു മൈൻഡ് സെറ്റിൽ. കാരണം നമ്മൾ കേട്ട് വളരുന്നതും ആ വളർന്നു വരുന്ന സാഹചര്യവുമാണ് നമ്മുടെ നല്ലവനും വില്ലനും ആക്കുന്നത്. ഓക്കെ, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ചിലപ്പം കുഞ്ഞുനാൾ വില്ലനായിട്ട് വളർന്ന് പിന്നെ റിയലൈസ് ചെയ്ത് നല്ലവരാകുന്ന വളരെ വിരലെണ്ണാവുന്ന ആൾക്കാരാണ്, കുറവാണ്, വളരെ കുറവാണ്. ഓക്കെ, പക്ഷെ നിങ്ങളെപ്പോലുള്ളവർ നല്ല രീതിയിൽ വർഗീയത ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊച്ചു പിള്ളേരടക്കം വരുന്ന തലമുറ അടക്കം നശിച്ച് നാറാണത്താകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അമ്മച്ചി വയസ്സാം കാലത്ത് ഇറങ്ങിയിരിക്കുകയാണ് കൊണയടിക്കാനായിട്ട്. സൈലന്റ് ആയിരിക്കും. ഈവൻ ഹൈദരാബാദ് മുസ്ലിംസ് ഐം സെയിങ്, അവർ പറയും ഈവൻ ഞങ്ങളും എഗെയിൻസ്റ്റ് ആണ്, ചീത്ത ചെയ്യുന്ന മുസ്ലിംസിന് ഞങ്ങളും എഗെയിൻസ്റ്റ് ആണ്. ആണോ? എഗെയിൻസ്റ്റ് ആണ്? എന്നിട്ട് മാറി അവിടെ എവിടെ മുക്കി പോരുന്ന അങ്ങോട്ട് എവിടെ? നിങ്ങൾ പറഞ്ഞ 100ഓളം ഫ്രണ്ട്സിനെയും കൊണ്ട് ഇങ്ങോട്ടൊന്ന് വാ, ഞാൻ കാണട്ടെ. മുസ്ലിംസിന് എഗെയിൻസ്റ്റ് ആണെന്നാ? കൊള്ളാമല്ലോ. നിങ്ങൾക്ക് എന്ത് മുസ്ലിംസ് ഒന്നും ചൊറിയണം നിങ്ങൾക്ക്? എവിടെ കടിക്കണം? നല്ല കടി ഉണ്ടല്ലേ? എനിക്ക് തോന്നിയല്ല കടി ഉണ്ടെന്ന്, അതെനിക്ക് മനസ്സിലായി. കടി അങ്ങ് കയറി കിടക്കണം. എഗെയിൻസ്റ്റ് ആണ്. നല്ല മുസ്ലിംസ് അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും അവർ അനങ്ങത്തില്ല. എന്തിന്? നല്ല മുസ്ലിം ഇപ്പൊ എന്ത് ചെയ്യണമെന്ന്? നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റേ പൊളിച്ചു നോക്കുമോ? എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും നിങ്ങളെപ്പോലെ വർഗീയത നിറഞ്ഞിട്ടുള്ള മൈൻഡ് സെറ്റുള്ള കുറെ വൃത്തികെട്ട സാധനങ്ങളുണ്ട്. ഓക്കെ, അവർ വന്നിരുന്ന് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ട് അപ്പുറത്തിന് ചീത്ത വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മിലടിപ്പിക്കും. സ്വാഭാവികം. അമ്മച്ചിക്ക് വയസ്സാം കാലത്ത് കാലം നീട്ടി കുഴിയിലിരുന്നിട്ട് ജപം ജപിച്ചുകൊണ്ടിരിക്കാണ്ട് വർഗീയത തുപ്പാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം. ആരെങ്കിലും പറഞ്ഞു തന്നോ വർഗീയത തുപ്പി കഴിഞ്ഞാൽ റീച്ച് കിട്ടുമെന്ന്? അറിയില്ലേ? എന്തായാലും കൊള്ളാം. അതിശയിച്ചു പോയി. ഇത്രയും വിവരം സ്വന്തം രാജ്യത്തെ കുറിച്ച് അവർക്ക് ഇത്രയും അവരുടെ വിവരം കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഇത്രയും തലയുള്ളവർ ആണോ നിങ്ങൾ ചാണകം എന്ന് വിളിക്കുന്ന, ചാണക സംഖ്യ എന്ന് വിളിക്കുന്ന ആ വിളിക്കുന്നവന്മാരുടെ തലയ്ക്കകത്താണ് ഇതൊക്കെ ഉള്ളത്. BJP സപ്പോർട്ട് ചെയ്യുന്നവർ ദേശസ്നേഹികളാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. കുറച്ചൊക്കെ അറിയാൻ മേലാത്തവരുണ്ടായിരിക്കും, ചിലരൊക്കെ ഹിന്ദുവാണ് മുസ്ലിമാണ് അത് വേർതിരിവാണ് അതാണ് BJP എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും 100% അറിവുണ്ടാവണമെന്നില്ല. അവരൊക്കെ പയ്യെ പഠിക്കും. കോയമാർ ആക്ച്വലി സ്കൂളിൽ പോകാറില്ലേ? നിങ്ങളെ മദ്രസ പൊട്ടന്മാരെന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ എഴുതുന്ന ചീത്ത പോലും തെറ്റാണ്. ഒരു ചീത്ത പോലും ശരിക്കും എഴുതാൻ അറിയത്തില്ല. നിങ്ങളിപ്പോൾ എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ദേശീയവാദിയാണ്, ഞാനൊരു പ്രാദേശികവാദിയല്ല. ഒരു സ്റ്റേറ്റിനെ മാത്രം അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങളൊക്കെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നോർത്ത് എന്ന് പറയില്ല, ആ നോർത്തിലൊക്കെ പോയിക്കൊണ്ട് അവരുടെ കണ്ട് ഞാൻ കേരളത്തിലുള്ളവർക്കാണ് ഇനിയും ബുദ്ധി വരേണ്ടത്, നേരം വിളിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചീത്ത വിളിച്ചാലും മറ്റുള്ള സ്റ്റേറ്റിലെ കമ്പയർ ചെയ്യുമ്പോൾ ആ ചീത്ത എനിക്ക് വേറെ മീനിങ് ആയിരിക്കും. ഞാൻ അങ്ങനെ എടുക്കത്തുള്ളൂ. എക്സാമ്പിൾ, നിങ്ങൾ എന്നെ മൈരി എന്ന് വിളിക്കും, ഞാനത് തമിഴിലെടുക്കും. എൻ്റെ മൈരി പിരിഞ്ഞതുപോലെ ഞാനത് കാണത്തുള്ളൂ. കാരണം അവിടെ അത് ഹെയർ ആണ്.
സോ നിങ്ങൾ എന്ത് തെറി വിളിച്ചാലും ഞാനത് ചിലപ്പോൾ തെലുങ്കിലാക്കി കേൾക്കും, അല്ലെങ്കിൽ തമിഴിലാക്കി കേൾക്കും, അല്ലെങ്കിൽ ഹിന്ദിയിലാക്കി കേൾക്കും. നിങ്ങൾ എന്നെ ചീത്ത വിളിച്ച് വെറുതെ വിഷമിക്കണ്ട. ഞാൻ പറയുന്ന കാര്യം തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ തെലുങ്കിലെടുക്കുമോ? കൊള്ളാമല്ലോ. തന്തയ്ക്ക് വിളിക്കുകയാണ്. ഇപ്പം ഞാൻ അമ്മച്ചിയുടെ തന്തയ്ക്ക് വിളിച്ചെന്ന് ചോദിച്ചു. അമ്മച്ചി തെലുങ്കിൽ അതിനെങ്ങനെ എടുക്കും? അറിയാനൊരു ക്യൂരിയോസിറ്റി. എന്തരല്ലേ അവിടെ ഇരിക്കട്ടെ. അപ്പം പറഞ്ഞു വന്ന എന്താണ് എനിക്കൊന്നും മനസ്സിലായില്ല. എന്ത് സാധനമാണ് കൂട്ടിയിട്ട് കത്തിച്ചേ? എന്തോ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് മൂക്കൊഴി വലിച്ചു കയറ്റിയോ കീഴ് വഴി വലിച്ചു കയറ്റിയോ എന്ന് അറിയത്തില്ല. നല്ലോണം വലിച്ചു കയറ്റിയിട്ടുണ്ട്. കാരണം അമ്മാതിരി രീതിയിലാണ് പ്രസൻസ്. എനിക്കൊന്നും മനസ്സിലാവണില്ല എന്താണ് പറയുന്നതെന്ന്. ഓക്കെ, BJP ആണ് നിങ്ങളൊന്ന് മനസ്സിലായി. BJP സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ BJPയിൽ നല്ലവന്മാരുണ്ട്, കെട്ടവന്മാരും ഉണ്ട്. എന്ന് വെച്ചിട്ട് BJP മൊത്തത്തിന് ഞാൻ ആക്ഷേപിക്കത്തൊന്നുമില്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള എൻ്റെ ചൈൽഡ്ഹുഡ് 5ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട് BJPക്കാരനാണ്. ഇന്നേ വരെ അവൻ ചെറ്റയായിട്ടില്ല, നല്ല മൈൻഡുള്ളവനാണ്. ഓക്കെ, അതുകൊണ്ട് BJPയിലുള്ള എല്ലാം ചെറ്റുകളാണെന്ന് ഞാൻ പറയത്തില്ല. എന്നാൽ എല്ലായിടത്തും ഉണ്ട്. അത് എല്ലാ മതത്തിലുണ്ട്, ജാതിയിലുണ്ട്, എല്ലാ പാർട്ടിയിലുണ്ട്, എല്ലാത്തിലും ഉണ്ട് ചെറ്റകൾ. അതിലിപ്പം നിങ്ങൾ അതിലെടുക്കാം. ഈ പറയുന്ന BJPയിൽ ഇരുന്നും കൊണ്ട്, അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതത്തിൽ ഇരുന്നും കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്വഭാവത്തിനാണ് വർഗീയത എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ ഹിന്ദുക്കളും മോശമല്ല, എല്ലാ BJPക്കാരും മോശമല്ല. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർ ഇതിനെ ഒരു വർഗീയതയാക്കി, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരും ജാതിയുടെ പേരും പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കുന്ന കുറേ വൃത്തികെട്ട നികിഷ്ട ജന്തുക്കളായിപ്പോയി. ഓക്കെ, കാര്യം പിടിയിട്ടില്ല, അത്രേ ഉള്ളൂ. ഇനി ബാക്കി പറ. എനിക്കുണ്ട്. നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്ന് അതങ്ങനെയല്ല ഇതിങ്ങനെയാണെന്ന് പറയണം. അതുപോലെ ചില അവന്മാർ ചോദിക്കുന്നുണ്ട്, നിനക്ക് മോദിജി ഇഷ്ടമാണെങ്കിൽ ഇന്ത്യയിലോട്ട് വരരുതോ? UK-ലിരുന്ന് പറയുന്നത് എന്താണ്? നീയൊക്കെ ജർമ്മനിയിലിരുന്ന് കുരയ്ക്കുന്ന ധ്രുവരാജ് പട്ടിയുടെ വീഡിയോസ് ഫോളോ ചെയ്തിട്ടാണല്ലോ പ്രൈം മിനിസ്റ്ററിനെ തെറി വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നും പറയാം കേട്ടോ. ജർമ്മനിയിലെ ധ്രുവറാട്ടി പട്ടി, കോക്രോച്ചിന്റെ അഭിജിത്ത് പട്ടികളൊക്കെയാണ് USA. ഇങ്ങനെ വെളിനാട്ടിലെ ആൾക്കാരെ ചീത്ത പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്തൊരു സ്നേഹം. അപ്പം നമ്മുടെ അജിത് ഡോവൽ സാർ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ശത്രു വെളിയിലല്ല, ഇന്ത്യ. അത് ശരിയാണ്. ഇന്ത്യയുടെ ശത്രു വെളിയിലല്ല, ഇന്ത്യക്കകത്ത് ഉള്ള UK-യിൽ പോയിരിക്കുന്ന ചില കേട്ട് കിളവിമാരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ. നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മുടെ നാടിൻ്റെ ശത്രു. വർഗീയത തുപ്പുന്ന, നാട്ടിലെയും നാട്ടുകാരെയും മതത്തിൻ്റെ ജാതിയുടെ ഒക്കെ പേരിൽ തമ്മിലടിപ്പിക്കുന്ന നിങ്ങളെപ്പോലുള്ള കുറേ വിഷങ്ങൾ. അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. ദയവ് ചെയ്തിട്ട് മൈ ഡിയർ കാല, ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചുകൊണ്ട് പോയതിന്. ഇതിനെയൊക്കെ പോലുള്ള എന്തിനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്? എത്രയോ പാവപ്പെട്ടവർ പല മാരക അസുഖങ്ങളും വന്ന് ഈ ലോകത്ത് കിടന്ന് നരയിക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലത്തെ പറട്ട സാധനങ്ങളെ കാലന് പോലും വേണ്ടാതെ ഇവിടെ കിടപ്പുണ്ട്. കഷ്ടം. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വർഗീയതയെ റിലേറ്റ് ചെയ്തിട്ട് ഒരാഴ്ചയല്ല, ഒരു മാസം മുന്നേ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു മാസം മുന്നേ, എന്തായാലും കുറച്ച് ദിവസം മുന്നേ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. എല്ലാവരും ഒന്നിക്കുന്നത് നമുക്ക് സന്തോഷമുള്ളത്. ഭിന്നിക്കാതിരുന്നവർ, ഞാൻ രാവിലെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ആളുകൾ തമ്മിൽ ഭിന്നിക്കുക, ശത്രുത ഉണ്ടാവുക, സമുദായങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ ഒരു നിലപാടാണ്. ഞങ്ങൾക്ക് കൃത്യമായൊരു പൊസിഷനിങ് ഉണ്ട്. എല്ലാവരും തമ്മിൽ സന്ധിക്കുന്ന നമുക്ക് സന്തോഷമുള്ളൂ. എല്ലാവരും തമ്മിൽ യോജിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കേരളത്തിൽ അങ്ങനെ ഒരു കേരളത്തിന്റെ ഒരു പേര് ഇന്ത്യയിലെ ഒരു വ്യത്യസ്തമായ സംസ്ഥാനമായി മതസൗഹാർദ്ദം നിലനിൽക്കുന്ന സമുദായങ്ങളും മതങ്ങളും എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു സ്ഥലം എന്നുള്ള പേര് കേരളത്തിലുണ്ടാവട്ടെ. അത് നമ്മളെല്ലാം അഭിമാനിക്കണ്ടേ? അല്ല, അത് എല്ലാവർക്കും ഇപ്പൊ ഞാനിപ്പോ അവർക്കെതിരായിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ ആകെ വർഗീയത പറയുന്നു മാത്രമേ പറഞ്ഞു. വർഗീയത പറയരുതെന്നുള്ളൊരു വാക്ക് മാത്രമേ പറയുള്ളൂ. അതിന്റെ പേരിലല്ല ഞാനാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്. പിന്നെ വ്യക്തിപരമായി എല്ലാവർക്കും നമ്മൾ ഇഷ്ടമായിക്കൊള്ളുന്നില്ലല്ലോ. വ്യക്തിപരമായി നമ്മളെല്ലാവർക്കും നമ്മുടെ രീതികൾ ചിലപ്പോൾ ഇഷ്ടമാണെന്നില്ല, നമ്മുടെ സമീപനം ചിലപ്പോൾ ഇഷ്ടമാണെന്നില്ല. അതൊക്കെ അവരുടെ അവകാശമാണ്. വ്യക്തിപരമായി നമ്മളോടുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ അവർക്ക് എല്ലാവരും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കട്ടെ. ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പെരുന്നയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായതിനു ശേഷം പോയിട്ടുണ്ട്. അവിടെ ഞാൻ പോയിട്ടുണ്ട്, പെരുന്നയിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും കൂടിയാണ് ഒരുമിച്ച് പോയി അദ്ദേഹത്തെ കണ്ടത്. ഞാൻ അതിനുശേഷം അദ്ദേഹം സുഖമില്ലാതെ ആശുപത്രി കിടന്നപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാ സമുദായ നേതാക്കന്മാരെയും കാണുന്ന ആളാണ്. എല്ലാവരും കാണുന്ന ആളാണ്. എല്ലാവരും കാണും. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു സമുദായ നേതാവിനും കാണില്ലെന്ന് ഞാൻ എവിടെയും പറയുന്നു. ഞാൻ എല്ലാ സമുദായ നേതാക്കന്മാരെയും കാണുന്ന ആളാണെന്ന് നിങ്ങൾക്ക് എന്നൊക്കെ അറിയാലോ. കേരളത്തിൽ ആൾക്കാർ ഞാൻ ദേശീയമായിട്ട് പോയിരിക്കുന്നത്, ഞാൻ എല്ലാവരും കാണാൻ പോകാറുണ്ട്. എല്ലാ ആളുകളും കാണാൻ പോകാറുണ്ട്. ഇന്നലെയും ഒരു യോഗത്തിൽ ഞാൻ തിരുവല്ലയിൽ കുമ്പനാട് ഒരു സമ്മേളനത്തിൽ ഞാൻ സംബന്ധിച്ചു. ഇപ്പൊ ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പെന്തക്കോസ്തുകാരുടെ സമ്മേളനത്തിൽ സംബന്ധിച്ചു. അതിനു മുമ്പ് അതിന്റെ തലേദിവസം മുസ്ലിം സംഘടനയുടെ കണ്ണൂർ കേരള യാത്രയിൽ സംബന്ധിച്ചു. അതിനു മുമ്പ് ജിഫ്രി തങ്ങളുടെ പരിപാടി സംഘടിപ്പിച്ചു. ഇനിയിപ്പോൾ ദളിത് സംഘടനകളുടെ എല്ലാവരും കൂടി ഒരു യോഗം ചേരുന്നുണ്ട്. അത് എന്റെ സാന്നിധ്യം ഞാൻ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിരിക്കുന്ന പൊസിഷൻ വെച്ച് നമ്മളെല്ലാവരും വിളിക്കും. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പോകും. എല്ലാ സംഘടനകളുമായി സമുദായ നേതാക്കന്മാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്യും. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അങ്ങനെയല്ലേ കേരളത്തിൽ? എല്ലാവരുമായിട്ട് ഒരു ആശയവിനിമയം നടത്തില്ലേ? അതിന്റെ തെറ്റ് അല്ലെങ്കിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ഞാനൊരു സമുദായ നേതാവിനെയും കാണില്ല. ഞാൻ എല്ലാത്തിൽ നിന്നും വിട്ടു. വർഗീയതയ്ക്കെതിരെ പറയുന്നതും ഈ സമുദായ നേതാക്കന്മാർ മുഴുവൻ വർഗീയവാദികളാണ് കേരളത്തിൽ? അല്ലല്ലോ. വർഗീയതയ്ക്കെതിരെ നമ്മൾ സംസാരിക്കുന്നതും സമുദായത്തിൽ ഒരു പ്രശ്നം വന്നു. ഞാൻ എന്റെ പഴയ പ്രശ്നമുണ്ട്.
ഞാൻ MLA ആയിരിക്കും മറ്റു പ്രശ്നമുണ്ട്. സമുദായങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നം അവരോട് അനീതി കാണിച്ചാൽ നമ്മളാണ് ആദ്യമാണ് ഓടിയെത്തേണ്ടത്. അവരെ സഹായിക്കണം. ആ സമയത്ത് അത് സംശയം എന്താ? സമുദായ നേതാക്കളെ കാണുന്നത് വർഗീയതയ്ക്കെതിരെ പറയുന്നത് തമ്മിൽ എന്താ ബന്ധം? വർഗീയതയ്ക്കെതിരെ പറയുന്ന ഒരാൾക്ക് സമുദായ നേതാക്കളെ കാണാൻ പാടില്ലേ? എനിക്കത് മനസ്സിലാകുന്നില്ല. എൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് എനിക്കെതിരെ വ്യക്തിപരമായി പറയുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. കാരണം ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളല്ല. സമുദായ നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, സാംസ്കാരിക പ്രവർത്തകർക്ക്, എന്റെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങൾക്ക് ഒക്കെ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആ വിമർശനത്തിൽ കടമ്പുള്ളതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും. ഞാനത് കറക്റ്റ് ചെയ്യാൻ നോക്കും. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനെന്താ? എനിക്കതിന് പിടിവാശിയൊന്നുമില്ല. എന്നെ ആരും വിമർശിക്കാൻ പാടില്ല. എനിക്ക് അതിന് അസഹിഷ്ണുതയൊന്നുമില്ല. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് എന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുക. ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും എന്നോട് കേരളത്തിൽ യോജിച്ചോളാം, ഞാൻ പറഞ്ഞ കാര്യത്തിന് കൂടെ എല്ലാവരും നിന്നോളാം എന്നൊന്നും ഒരു പിടിവാശിയും എനിക്കില്ല. പക്ഷേ അഭിപ്രായങ്ങൾ പറയും. സിനഡിൽ പോയാൽ കണ്ടാൽ എന്താ കുഴപ്പം? ആരെയാണ് ഞാൻ അവഗണിച്ചത്? ഞാൻ സിനഡ് പോയപ്പോൾ എനിക്ക് അവരോട് സംസാരിക്കണം. ഞാൻ അവരെ പോയി കണ്ടു. അവരോട് ഞാൻ സംസാരിച്ചു. ഞാൻ ആരെയാണ് അവഗണിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെരുന്നൽ പോയിട്ടുണ്ട്. അതൊന്നും ഞാൻ അതിനെക്കുറിച്ചൊന്നും മറുപടി ഒന്നുമില്ല. നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങളാണ്. KPCC പ്രസിഡന്റിന്റെ അഭിപ്രായം, ഞങ്ങളുടെ അഭിപ്രായം ഒന്ന് തന്നെയാണ് എല്ലാ കാര്യത്തിലും. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം എനിക്കൊരു വിരോധമില്ല. എന്നെ വിമർശിച്ചിരിക്കല്ലേ, എന്നെ വിമർശിച്ചിരിക്കല്ലേ, എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവർക്ക് പ്രായമായ ആളല്ല. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ ഒരാൾക്കെതിരെ മോശമായിട്ടൊരു വാക്ക് പറയില്ല. എനിക്കെതിരായിട്ട് എന്തെല്ലാം മോശമായ വാക്കുകൾ എത്രയോ നേതാക്കൾ പറഞ്ഞു, എത്രയോ സമുദായ നേതാക്കൾ പറഞ്ഞു. എത്രയും അദ്ദേഹം മോശമായ വാക്കൊന്നും എനിക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല. ആ മോശമായ വാക്കൊന്നും ഉപയോഗിച്ചില്ല. ഇന്ന് രാവിലെ ഇന്നലേക്ക് എനിക്കെതിരെ എത്ര മോശമായ വാക്ക്. ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഊളം പറയില്ല. അതായത് എനിക്ക് ഭ്രാന്താണെന്നല്ലേ എന്നെ ഊളം പറയാൻ ഊളം പറയാ മാനസിക രോഗ ആശുപത്രി എന്നാൽ എനിക്ക് മാനസിക രോഗം ഉണ്ടെന്ന് വരെ വന്ന് പറഞ്ഞു. ഞാൻ ഈ കേരളം കണ്ട ഏറ്റവും ലോക പന്നയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം ആക്ഷേപം ഒരു പ്രതിപക്ഷ നേതാവും കേൾക്കാത്ത ആക്ഷേപം ഞാൻ കേട്ടു. ഞാൻ അതിനോടൊന്നും പ്രതികരിച്ചില്ലല്ലോ. പക്ഷെ പറയാനുള്ളത് പറയുമ്പോഴാണ് അവർക്കൊക്കെ പലതരത്തിലുള്ള വികാരം ഉണ്ടാവുന്നത്. ഞാൻ പറയാം, വർഗീയത ആര് പറഞ്ഞാലും അത് നമ്മുടെ സ്റ്റാൻഡാണ്. വർഗീയത ആര് പറഞ്ഞാലും അതിന് പ്രത്യേക ഒന്നും വേണ്ട. അത് കോൺഗ്രസിന്റെ നിലപാടാണ്, UDFന്റെ നിലപാടാണ്. വർഗീയത ആര് പറഞ്ഞാലും, ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും അതിനെതിരായി വെള്ളം ചേർക്കാത്ത സ്റ്റാൻഡേർഡ്. അതൊന്നും എനിക്കറിയില്ല. അത് ഞാൻ പറയില്ല. എന്നെ ഇഷ്ടമായിരിക്കില്ല. ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടമാവില്ല. ചിലപ്പോൾ നമ്മുടെ സംസാര രീതി ചിലപ്പോൾ ഇഷ്ടമാവില്ല. ചിലപ്പോൾ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. അതൊക്കെ സ്വാഭാവികമല്ലേ. അതൊക്കെ എല്ലാവർക്കുള്ള അവകാശമാണ്. അതൊക്കെ ഒരാൾ ഇഷ്ടപ്പെടുക, നമ്മൾ ചിലരെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ, ചിലരെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, കാണുമ്പോൾ തന്നെ ദേഷ്യം വരിക. അതൊക്കെ അവർക്കുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈയടത്തില്ല. എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, ഏത് ഭാഷയിലും. ഇപ്പൊ എനിക്കത് ശീലമായി, ഈ ഭാഷയൊക്കെ കേട്ട് നല്ല ശീലമായി. പക്ഷെ കേരളം ഉണ്ട്. എനിക്ക് കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് വലിയ വിശ്വാസം. അവരെല്ലാവരും നോക്കി കാണുന്നുണ്ട്. അതെല്ലാം അതുകൊണ്ടല്ലേ ഞങ്ങൾ തിളക്കമാർന്ന വിജയം നേടിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നേടിയത് തിളക്കമാർന്ന വിജയം. കേരളത്തിൽ കണ്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം തിളക്കമാർന്ന വിജയം നേടി അഭിമാനത്തോടുകൂടിയാണ് നിൽക്കുന്നത്. പാർലമെന്റ് ഇലക്ഷനും ബൈ ഇലക്ഷനുകളിലും ലോക്കൽ ബോഡി ബൈ ഇലക്ഷനിലും ലോക്കൽ ബോഡി ജനറൽ ഇലക്ഷനിലും ഉൾപ്പെടെ തിളക്കമാർന്ന വിജയം നേടി ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ തെറ്റ് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തൊക്കെ മനുഷ്യ സഹജമായ തെറ്റുണ്ടെങ്കിൽ തിരുത്തും. അതിനെന്താ കുഴപ്പം? രാഷ്ട്രീയ നേതാക്കൾ എന്താ ഇരുമ്പുളൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങുന്നത്. ചെയ്യട്ടെ, ഞാൻ നിശാകാരല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് ആയിക്കോട്ടെ. ഞാനത് വേറൊരു തരത്തിൽ അത് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് വിമർശനത്തിൽ കലമ്പുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കും. ഞാനത് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് തിരുത്തും. കോൺഗ്രസിന്റെ പൊതു അഭിപ്രായം വർഗീയതക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ കോംപ്രമൈസ് ഇല്ലാതെ പോരാടിയാണ് വർഗീയതക്കെതിരായി. ഞങ്ങൾ ആ കൂടെ നിന്നുകൊണ്ട് വർഗീയതയ്ക്ക് ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല. അത് നിങ്ങൾ അവരോട് ചോദിക്കും. ഞാൻ പറയേണ്ട ഉത്തരവാണ്. വേറെ ആളുകൾ പറയേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം. ആ പാർട്ടിയുടെ നിലപാട് തന്നെ. ഞാൻ പാർട്ടിയുടെ നിലപാടിനപ്പുറം വേറെ ഏത് നിലപാട് പറയുന്നത്? വർഗീയത പറയരുത് എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായമല്ലേ? ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം പാടില്ല, മനസ്സിലായോ? വിദ്വേഷ പ്രസംഗം നടത്തരുത്. ഇത് കോൺഗ്രസ് ലൈന. എല്ലാ ദിവസവും രാഹുൽ ഗാന്ധി നാളെ വരുമ്പോൾ അദ്ദേഹം പറയാൻ പോകുന്നത് തന്നെയല്ലേ? അതാണ്. അതിലൊന്നും ഞാൻ എന്ത് പറയാം, അഭിപ്രായം പറയും. അല്ല, ഞാൻ അതിന്റെ അഭിപ്രായം പറയാം. ലീഗിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം ഒന്ന് തന്നെയല്ലേ? ലീഗ് ഞങ്ങളുടെ മുഖ്യധാര കക്ഷിയല്ലേ? ടീം UDF അല്ലേ? കോൺഗ്രസിന്റെ അഭിപ്രായം ലീഗിന്റെ അഭിപ്രായം ഏത് കാര്യത്തിലും അഭിപ്രായത്തിലുള്ളത്? വർഗീയതയ്ക്കെതിരെയുള്ള കാര്യത്തിലൊക്കെ ലീഗിന്റെ അഭിപ്രായം അത് തന്നെയല്ലേ? എന്തിനാ ലീഗിനെ വലിച്ചടക്കുന്നത്? ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് വർഗീയത കൊണ്ടുവരാൻ നോക്കുക. ഒന്നും ലീഗിന്റെ പേര് പറഞ്ഞില്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് പറയും. ഇതാണ് ഈ ലീഗിന്റെ പുറകെ ഇവർ നടന്നല്ലേ? ഈ CPM പറഞ്ഞല്ലേ ലീഗിന്റെ പുറകെ എത്ര നാൾ നടന്നാണ്? ലീഗ് ജനാധിപത്യ മതേതര പാർട്ടിയാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ലേ? ഞാൻ കാണിച്ചതല്ല, ജനാധിപത്യ മതേതര പാർട്ടിയാണ്, ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന് CPM നേതാക്കൾ പറഞ്ഞിട്ടില്ലേ? അവർ പുറകെ നടന്ന കാലത്ത് കിട്ടാതെ മുന്തിരിക്ക പൊളിക്കുമെന്ന് പറഞ്ഞ മാതിരി. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിന്റെ പുറകിലൊക്കെ എന്തെല്ലാമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഞങ്ങള് വളരെ സന്തോഷത്തിലാണ്, വളരെ ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. മതേതര കേരളമാണ് UDFന്റെ കൂടെ. മതേതര കേരളം UDFന്റെ കൂടെ. അത് ഈ മതേതര കേരളം ഒന്നുകൂടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവർ തെളിയിക്കാൻ പോവാണ്. ഇത് മതേതര കേരളമാണ് എന്ന് എല്ലാ വർഗീയവാദികളോടും ഈ കേരളം ഒരുമിച്ച് പ്രഖ്യാപിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാനല്ലേ? പൊളിറ്റിക്സ് അല്ലേ, രാഷ്ട്രീയമല്ലേ? നിങ്ങൾക്ക് എങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലേ? കാണാം. അപ്പൊ ഈ വർഗീയത തലയ്ക്കകത്ത് പിടിച്ച് ജാതിയും മതമൊക്കെ ആയിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വൃത്തികെട്ട മൈൻഡ് സെറ്റോടെ ഇരിക്കുന്ന, കുഴിയിൽ കാലം നീട്ടിയിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ സാമാനമൊക്കെ തലയ്ക്കകത്തുനിന്ന് എടുത്ത് കളഞ്ഞിട്ട് അവസാന കാലമെങ്കിലും ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരുന്നൂടെ. എനിക്ക് ഇത്രയേ ചോദിക്കാനുള്ളൂ. കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിപ്പോൾ. അപ്പോൾ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല.
ഞാൻ പറഞ്ഞത് തന്നെ കൂടിപ്പോയെന്ന് എനിക്കൊരു സംശയമാണ്. സോറി, കുറഞ്ഞു പോയോ എന്നൊരു സംശയമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ഇടണം. ബൈ.